ചിക്കൻ കൊണ്ട് വേറൊരു വെറൈറ്റി ഉണ്ടാക്കുന്നത് കാണാം. 3 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മുളകും പൊടി, ഗരം മസാല, ഉപ്പ്, കുരുമുളക് പൊടി ഓരോ ടീസ്പൂൺ വീതം ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ ഇടുക. 2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ പച്ചമല്ലിയും കൂടി ചതച്ചിടുക. 2 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 100 ഗ്രാം കോൺഫ്ലവർ ഇടുക. പിന്നെ 2 ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. കുറച്ച് വേപ്പിൻ്റെ ഇല പൊട്ടിച്ചിടുക. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിൽ കൂടുതൽ വെച്ചാൽ അത്രയും നല്ലതാണ്. കാരണം മസാല നന്നായിട്ട് പിടിക്കും. ഓയിൽ ഒഴിക്കുക, വറുത്ത് കോരി എടുക്കുക. നല്ല ഹാർഡായിട്ട് വറുക്കരുത്, ഒരു മിനിമം വറവിൽ വറുത്തെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് പച്ചമുളകും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വറുത്തിട്ട് അതിലേക്ക് മാറ്റി വയ്ക്കുക. 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് 4 സബോള അരിഞ്ഞത് ഒന്ന് വാട്ടിയെടുക്കുക. വാട്ടിയെടുത്താൽ 1/2 ടീസ്പൂൺ ഉപ്പ്, മുളകും പൊടി 1/2 ടീസ്പൂൺ, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടിയിട്ട് മൂപ്പിച്ചാൽ അതിലേക്ക് 4 തക്കാളി അടിച്ചത് ഒഴിക്കുക. എന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് മൂത്ത് വരുമ്പോൾ കുറച്ച് സോസ് ഒഴിക്കുക. പിന്നെ ഒരു 1/2 ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ഈ വറുത്ത് കോരി വെച്ചിട്ട് ചിക്കൻ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എരി കൂടണമെങ്കിൽ 1 ടീസ്പൂൺ ഇടുക, അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ ചതച്ച മുളകുണ്ട്, ഉണക്കമുളക്, അതിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചിക്കൻ കൊണ്ടാട്ടം കിട്ടും കേട്ടോ.